നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ജനുവരി 15 മുതൽ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന, ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറി, സകല ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഏതൊക്കെയാണ് ആ ഭാഗ്യ നക്ഷത്രജാതകർ? അവർക്ക് എങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക? അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി അടിക്കും. ഇത് പറയാൻ കാരണം, ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ നക്ഷത്രജാതകർ ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത? ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും. നിങ്ങൾ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ലോട്ടറി ഭാഗ്യം. ഭാഗ്യം കടാക്ഷിക്കാൻ ഒരു ലോട്ടറി എടുത്താൽ പോലും അടിച്ചിരിക്കും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. മറ്റന്നാൾ 1-ാം തീയതിയാണ്, പ്രത്യേക പൂജയുണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതുകയാണ് എങ്കിൽ കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയോട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ലോട്ടറി അടിക്കുക എന്നത് ഒരു ഇരട്ടി ഭാഗ്യം തന്നെയാണ്. ചില സമയത്ത് നമുക്ക് ഭാഗ്യം വന്നു ചേരുകയാണ് എങ്കിൽ പല വഴിയിലൂടെ പണം വന്നു ചേരും. ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് ഇപ്പോൾ പ്രധാനമായും പണം വന്നു ചേരുന്നത് ലോട്ടറിയിലൂടെയാണ്. ഇവരുടെ സകല സങ്കടങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം വന്നു ചേരുന്നത് ഭാഗ്യക്കുറിയിലൂടെയാണ്. അങ്ങനെ ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ നക്ഷത്രജാതകരെ നമുക്കറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇവർ ഓം ഹ്രീം നമഃശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. കാർത്തികയുടെ ഏറ്റവും നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി കാർത്തികയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് ഉറപ്പായും ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ കാർത്തിക നക്ഷത്രജാതകരുണ്ട് എങ്കിൽ തീർച്ചയായും അവരെ ചേർത്ത് പിടിച്ചോളൂ. ഭാഗ്യം അവർക്കൊപ്പമുണ്ട്. അവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് അവർ രക്ഷപ്പെടാൻ പോവുകയാണ്. കാർത്തികയ്ക്ക് ഇത് നല്ല കാലമാണ്. വരുന്ന 3 വർഷക്കാലം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്നത് കാർത്തിക നക്ഷത്രജാതകർ തന്നെയായിരിക്കും. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. ധനലാഭമാണ് ഫലം. അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്ക് അടിക്കുക തന്നെ ചെയ്യും. ഈ നാളുകാരുടെ എല്ലാ ദോഷസമയവും അവസാനിച്ചു. അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എള്ളുതിരി ശനിയാഴ്ച ദിവസം കത്തിക്കുന്നതും ഇവർക്ക് നല്ലതാണ്.
ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അശ്വതി നക്ഷത്ര ജാതകർ. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ഉറപ്പായും ഇവർക്കുണ്ട്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഒരുപാട് പ്രാരാബ്ധങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നുപോയ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. എന്നാൽ വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടം ഭരണി നക്ഷത്ര ജാതകരെ തേടി വരികയാണ്. അത് ലോട്ടറിയുടെ രൂപത്തിൽ തന്നെയായിരിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഭരണിക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഭരണി എത്തിയിരിക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറിക്കിട്ടും. ദേവീ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക. അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അത്രയധികം നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ജെറ്റ് പോലെ കുതിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന, ഭാഗ്യത്തിനു മേൽ ഭാഗ്യമുള്ള നക്ഷത്രം അനിഴമാണ്. അനിഴത്തിൻ്റേത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. ദാമ്പത്യ സുഖം ലഭിക്കും. ധനം വന്നു നിറയും. ഇവർ അതിസമ്പന്നതയിൽ എത്തിച്ചേരും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ കളിയാടും. ഇവരുടെ വീട്ടിൽ സന്തോഷം വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു തന്നെ കിട്ടും. ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. സകലവിധ സങ്കടങ്ങളും മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയമാണ്. അനിഴത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ്. അനിഴത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഖകരമായ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിയുവാൻ കഴിയുന്ന സമയമാണ്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്ക് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മറന്നേക്കുക. ഒരുപാട് പേർക്ക് ഗുണം ചെയ്തവരാണ്. പക്ഷെ ഫലമോ നിരാശ തന്നെയാണ്. ഉദ്ദേശിച്ചെടുത്തൊന്നും ഫലം കിട്ടിയിട്ടില്ല. എന്നാൽ ഇനി നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യം തീർച്ചയായും നടക്കുന്ന സമയം തന്നെയാണ്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. എള്ളുപായസം നടത്തുക. ശനിയാഴ്ച ദിവസം എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥന നടത്തുക. പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ മാറുന്ന സമയം. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന സമയം. ചില സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ കടം വാങ്ങിയത് തിരികെ നൽകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനൊക്കെ ഒരു ഒത്തുതീർപ്പ് വന്നു ചേരാൻ പോവുകയാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല കടം തീർക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ കഴിയുന്ന സമയം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഉത്രട്ടാതിയുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ ജെറ്റ് പോലെ കുതിക്കും. 2026 സന്തോഷലബ്ധി ഉണ്ടാകും. അനുകൂലമായ ഈശ്വരാനുഗ്രഹം പ്രഭവിക്കുന്നതായി നിങ്ങളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ സമ്പന്നതയിൽ എത്തിച്ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങളായിരിക്കും ഇനി സംഭവിക്കുക. രേവതിയുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ഭാഗ്യമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖ ദുരിതങ്ങൾ മറന്നേക്കുക. വിദേശത്ത് നിന്നുവരെ ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടി വരും. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇനി നിറവേറ്റും. ഭാഗ്യം ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു യോഗവും നിങ്ങളിൽ കാണുന്നുണ്ട് ചിത്തിര നക്ഷത്ര ജാതകരിൽ.
കന്നിക്കൂറിലെ ചിത്തിരയ്ക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഉത്രം ഭാഗ്യമാണ്. ഉത്രം ഐശ്വര്യമാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തത്തിനും ഇത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള സമയം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അത്തം രക്ഷപ്പെടുന്ന സമയം. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ലോട്ടറി അടിക്കുന്ന ഭാഗ്യം ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ നക്ഷത്രം എഴുതി. ഏതായാലും സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. രക്ഷപ്പെട്ടിരിക്കും തീർച്ച. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. നന്ദി, നമസ്കാരം.